പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് പാട്ടിൻ്റെ കുലപതിയായ കൈതപ്രമാണ്. ഈ ഓണരാവിൽ കൈതപ്രം തൻ്റെ പാട്ടിൻ്റെ വഴികളെക്കുറിച്ച് നമ്മോട് സംസാരിക്കും. നമസ്കാരം. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലം മലയാളിയുടെ സിരകളിൽ ഈ കൈതപ്രത്തിൻ്റെ പാട്ടുകളുണ്ട്. മറ്റു പല പാട്ടുകളും പാട്ടെഴുത്തുകാരും വന്നെങ്കിലും കൈതപ്രത്തിൻ്റെ വ്യത്യസ്തമായ പാട്ടുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമുള്ള മിന്നൽ വള, അതിപ്പോൾ പുതിയ തലമുറ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ആദ്യം എഴുതിയിരിക്കുന്ന എന്നും കണ്ണട്ടൻ്റെ അതിലെ ദേവദുന്ദുബി മുതൽ മിന്നൽ വള വരെയുള്ള പാട്ടുകൾ. എങ്ങനെയാണ് ഈ ഒരു ഒഴുക്കുണ്ടാകുന്നത് പാട്ടിൻ്റെ? അല്ല, മനസ്സിൻ്റെ ഒഴുക്കാണ് പാട്ട്. മനസ്സ് സ്റ്റക്കായി പോയാൽ അത് നിൽക്കും. മനസ്സിന് ഞാൻ ശരീരം ഏതൊക്കെ രീതിയിൽ തന്നെ ഉപദ്രവമാണെങ്കിലും മനസ്സിനെ ഞാൻ സമ്മതിക്കാറില്ല. അതുതന്നെയാണ് കാര്യം. കണ്ണാടി ഇല്ലത്തെ കേശവൻ നമ്പൂതിരിയുടെയും അതിഥിയുടെയും മകനായി ജനിച്ച കൈതപ്രം ഒരുപാട് തീക്ഷ്ണമായ ജീവിതാവസ്ഥകളിലൂടെ കടന്നു വന്നു. അത് പാട്ടിന് പലപ്പോഴും ഒരു ശക്തി പകർന്നിട്ടല്ലേ? അല്ല, പാട്ടിനല്ല. പാട്ട് സോഫ്റ്റ് ആയിരിക്കും. നമ്മളെ ആത്മശക്തിക്ക് അത് ധൈര്യം പകർന്നിട്ടുണ്ട്. അങ്ങനെയാണ് പാട്ടുകൾ വരുന്നത്. ഫസ്റ്റ് പാട്ട് തന്നെ പിന്നെ 86-ലാണ് തോന്നുന്നത് എന്നെന്നും കണ്ണട്ടൻ്റെ വരുന്നത്. ചെറിയ അമൽദേവായിരുന്നു. അതിലെ ദേവദുന്ദുബിയാണ് ഫസ്റ്റ് പാട്ട്. അതിനുശേഷം അതിൽ പക്ഷേ വേറെ രസകരമായ ഒരു പാട്ടുണ്ട്, പൂവട്ടക തട്ടി ചിന്നി പൂമഴയിൽ. എല്ലാ വെറൈറ്റിയുമാണല്ലോ. അതൊക്കെ ഓണത്തിന് ഓർമ്മിക്കാവുന്ന ഒരു പാട്ടാണ്. അതെ 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 അത് ഭയങ്കര രസകരമായിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഒരു തലമുറയെ പിടിച്ചിരുത്തിയ പാട്ടായിരുന്നത്. അതുപോലെ തന്നെ വെൺപുഴയിൽ അവളുടെ തങ്കത്തള താളം തെന്നി, ആ പാട്ടും ആ കാലത്തെ ഒരു പ്രണയിക്കുന്നവരുടെ ഒരു പ്രധാന പാട്ടായിരുന്നു. പിന്നെ ഈ ജെറി അമൽദേവ് പോയിട്ട് പിന്നീട് കൂട്ടുകെട്ടുണ്ടായില്ലേ? അത് ഓരോ നിർഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ആയിട്ട് കൂടിയില്ല പിന്നെ ഒരിക്കലും. ഈയിടെ ഏതോ ഒരു പാട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ ഇത്രയും പാട്ടുകൾ വരുന്നു, ഇതിൽ ക്ലാസിക് പാട്ടുകളുണ്ട്. ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ആരായിരിക്കും? എല്ലാവരും ഒരുപോലെ. എനിക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പോൾ രവീന്ദ്ര മാഷൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ അവരായിട്ട് കൂടുതൽ വർക്ക് ചെയ്തു. ഇപ്പോഴത്തെ ജെയ്ക്സൊക്കെ നല്ല മിടുക്കനായുള്ള പയ്യനാണ്. എല്ലാവരും നല്ല ആൾക്കാരാണ്. ഈ സെമി ക്ലാസിക് പാട്ടുകളാണ് കൂടുതൽ ഉൾക്കൊണ്ടെഴുതാൻ കൂടുതൽ നല്ലതാണ്. ആൾക്കാർ നമ്മളെ ടേസ്റ്റ് അതാണ്. ഒരു സെമി ക്ലാസിക്കൽ പാട്ടുകളാണ് എല്ലാത്തും വേണമല്ലോ. പ്രമദവനം പോലുള്ള പാട്ടുകൾ, ദേവസഭാതലം പോലുള്ള പാട്ടുകൾ, അതൊക്കെ വലിയ രീതിയിൽ ആ കാലഘട്ടത്തെ സ്വാധീനിക്കപ്പെട്ട പാട്ടുകളായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്നും നിലനിൽക്കുന്ന പാട്ടുകൾ. ഇപ്പോൾ എന്നോട് 2 ദിവസം മുമ്പേ മധുബാലകൃഷ്ണൻ പറഞ്ഞു, അന്ന് നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് എനിക്ക് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ആ പാട്ടൊക്കെ പാടിയിട്ടാണ്. കാരണം നല്ല പാടാൻ കഴിവുള്ള ആൾക്കാർക്ക് അതൊക്കെ വേണം. മധുബാലകൃഷ്ണനാണ് അത്തരം പാട്ടുകളൊക്കെ നന്നായിട്ട് പാടുന്നത്. കാരണം രവീന്ദ്ര മാഷിൻ്റെ പാട്ടുകളിലൊക്കെ ഒരു സസ്റ്റെയിൻ ഉണ്ടാവും. അത് ഫോളോ ചെയ്യുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ യേശുദാസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നന്നായിട്ട് മധുബാലകൃഷ്ണൻ പാടും. പിന്നെ അതിലിപ്പോൾ പ്രമദവനമൊക്കെ അങ്ങനെ തന്നെ ഉള്ളതാണ്. ദേവസഭാ തലമാണെങ്കിൽ നമുക്കറിയാം, അത് പാട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓരോ ഷഡ്ജമാണെങ്കിലും ഋഷഭമാണെങ്കിലും ഗാന്ധാരമാണെങ്കിലും പഞ്ചമമാണെങ്കിലും മധ്യമമാണെങ്കിലും എല്ലാത്തിനും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു പാട്ട് കൂടിയാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ ഒരു ദേവസഭാതലം ഉണ്ടായത്? ഈ പ്രകൃതിയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഓണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാം. ഓണം പ്രകൃതിയാണ് സത്യമെന്നും പൂക്കളാണ് എപ്പോഴും ചിരിക്കുന്നതെന്നും സ്നേഹമാണ് ഏറ്റവും വലുതെന്നും പിന്നെ ആധിപത്യമല്ല അടിമത്വമല്ല രണ്ടും അല്ലാത്ത ഒരു സ്നേഹമാണ് യഥാർത്ഥം ഒക്കെ പറയുന്നതാണ് ഓണം. പക്ഷേ നമ്മളൊരു ഇൻസ്റ്റൻറ്റ് ഓണത്തിൻ്റെ ഒരു കാലത്താണ് കടന്നു പോകുന്നത്. കാരണം നമ്മളെ അതൊന്നുമില്ല, ഓണത്തിന് മാറ്റമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഓണം വരുമ്പോൾ ടൈമാകുമ്പോൾ പൂക്കൾ വീഴിയും, പിന്നെ കുട്ടികൾ ഉത്സാഹമാവും. ഓണത്തിന് വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ എത്രത്തോളം മോഡേൺ ആവുന്നോ, ഈ ഏറ്റവും കമ്പ്യൂട്ടറിൽ ഏറ്റവും പുതിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ അത്രയും മനുഷ്യർക്ക് ദ്രോഹമാണ് ശരിക്കും. അത് ഉപകാരം ഉണ്ടാവും. അത് ആയുധം എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉപകാരമുള്ളൂ. സാധാരണ ആൾക്കാർക്ക് പൂക്കളും ഇലയും ഒക്കെ തന്നെയാണ് ഇഷ്ടം. അതുതന്നെയാണ് അവരുടെ ജീവിതത്തിന് ഏറ്റവും പറ്റിയത്. ഈ ഗ്രാമീണ വനങ്ങളൊക്കെ വലിയ രീതിയിൽ അന്യം നിന്ന് പോകുന്നൊരു കാലം. അതൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. ഇപ്പോൾ പിന്നെ ഓണത്തിന് പണ്ട് ഇതൊക്കെ ഉള്ളൂ. അന്ന് തലകുത്തി 4 പേര് ആരും അറിയില്ല. ഇന്നിപ്പം എന്നെപ്പോലുള്ള ആൾക്കാരുടെ കൂടെ നിങ്ങൾ ചാനലിൻ്റെ ആൾക്കാരെ നിറച്ചുണ്ടാവും എപ്പോഴും കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ ചീഞ്ഞ ഈ വാക്കിൻ്റെ പൂക്കൾ കൊണ്ട് എറിയാൻ പിന്നെ സോഷ്യൽ മീഡിയ തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ ഓണം. പക്ഷേ അന്നത്തെ ഓണം അതല്ല. താങ്കളുടെ പാട്ടുകളിലൊക്കെ പുഴ, ഇപ്പോൾ കതിവന്നൂർ പുഴയോരം, കതിരാടും പാടത്ത്,
വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്, അതുപോലെ തന്നെ പാണപ്പുഴ പനിനീർ തൂകിയ കിഴക്കിനിപ്പടവിൽ, ഏറ്റവും അവസാനത്തെ മിന്നൽ വളയിൽ ഒരു കണ്ണാടിപ്പുഴയുണ്ട്. ഞാനത് നോക്കും, അതാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് പറ്റിയ ഇമേജറികളാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് പറ്റിയ സ്നേഹം, എനിക്ക് പറ്റിയ പ്രണയം, എനിക്ക് പറ്റിയ പുഴയോടുള്ള ഒരു പ്രണയം ഭയങ്കരമാണല്ലേ? പുഴകളോട് പൊതുവെ എല്ലാറ്റിനോടും പ്രകൃതിയോട് എല്ലാറ്റിനോടും എനിക്ക് പ്രണയമാണ്, സംശയമില്ല. കുഞ്ഞുങ്ങളോട്, നല്ല പെൺകുട്ടികളോട് ഒക്കെ എനിക്ക് ഇഷ്ടവും പ്രണയവുമാണ്. പക്ഷേ അതെൻ്റെ ശാരീരികമായിട്ടുള്ള കാര്യത്തിലൊന്നുമല്ല, അത് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഒരിക്കലും ആരോഗ്യമുള്ള സമയത്തും ഞാൻ ആരുടെയും തലയ്ക്ക് മേക്കെട്ട് കയറിയിട്ടില്ല. അതേപോലെ ഞാൻ പിന്നെ ഒരിക്കലും ഈ ലഹരി ഉപയോഗിച്ചിട്ട് ആൾക്കാരെ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ ആരെയും കാശ് ചോദിച്ചിട്ട് ഉപദ്രവിച്ചിട്ടില്ല. എന്നെ വിളിച്ചാൽ എനിക്ക് എന്തെങ്കിലും തരും, അത് സന്തോഷമായിട്ട് പോക്കറ്റിൽ അത്രേ ഉള്ളൂ. തമ്പിലെ ജീവിതമാണ് മാറ്റിമറിച്ചത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, ശരിയാണോ? ഈ നെടുമുടി വേണുവിനും ലെനിൻ രാജേന്ദ്രനും ഒപ്പമുള്ള ജീവിതം വലിയ രീതിയിൽ വലിയ സ്വാധീനിക്കപ്പെട്ട സാംസ്കാരികമായിട്ടൊക്കെ കലാകാരന്മാരുടെ കൂടെയല്ല ആയിരിക്കുമല്ലോ നമ്മൾ പോകുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ കച്ചവടക്കാരുടെ കൂടെയല്ല പോയത്. ഞാൻ ശാസ്ത്രമംഗലത്തെ ഒരു മൂലയിലുള്ള കാവാലത്തിൻ്റെ വീട്ടിലേക്കും അവിടെ വെച്ച് വേണു, പിന്നെ ഗോപിയും അരവിന്ദേട്ടനും ഒക്കെ തുടങ്ങിയ ഒരു സമൂഹത്തിനടുത്തേക്കാണ് ഞാൻ പോയത്. അത് നമ്മുടെ ടേസ്റ്റാണ്. ഞാൻ അവരിലൂടെയാണ് പിന്നെ വളർന്നത്. പ്രസാദ് സാറിൻ്റെ ടീം, അങ്ങനെ വളർന്നാണ് ഞാൻ സിനിമ എത്തുന്നതൊക്കെ. ഈ ബാബു നമ്പൂതിരി ടെന്നീസ് ജോസഫിനോട് പറഞ്ഞിട്ടാണോ ആദ്യമായിട്ടൊരു പാട്ടിൻ്റെ ഇതിലേക്ക് വരുന്നത്? അങ്ങനെ അല്ല, ഇവിടെ അത് ഞാനിവിടെ വെച്ചാണ് മറ്റേ ഡെന്നീസ് ജോസഫിനെ എനിക്ക് നേരിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ, ഈ ബാബു ഒരു ശിഷ്യനായതുകൊണ്ട് ഞാൻ ബാബുവേട്ടനോട് പറഞ്ഞതാണ്. പരിചയപ്പെട്ടപ്പോൾ അത്രയേ ഉള്ളൂ, ഒന്നും പരിചയപ്പെട്ടെന്ന് അത്രയേ ഉള്ളൂ. ജോൺസന്റെ പാട്ടുകൾ, അതേപോലെ തന്നെ ഉത്രാളിക്കാവിലെ, എനിക്ക് തോന്നുന്നു ജോൺസൺ ആണോ അത്? ഉത്രാളിക്കാവ് ബോംബെ രവിയുടെ ഉത്രാളിക്കാവിൽ, അതിൽ തന്നെ പിന്നെ പൂവരമ്പിൻ താഴെ പൂക്കളം തീർത്തു എന്നൊരു പാട്ട് കൂടിയുണ്ട്. അതും വലിയ ഹിറ്റായിരുന്നു ആ സമയത്ത്. വിദ്യാരംഭം വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നല്ലോ. പക്ഷെ ഇപ്പോഴും നമ്മൾ ഉത്രാളിക്കാവിലൊക്കെ പോകുമ്പോൾ ആ പാട്ട് ഓർമ്മ വരുന്നുണ്ടല്ലോ. ആ പട്ടവലപ്പന്തലും, എവിടെയാണ് ആ പട്ടവലപ്പന്തൽ എന്ന് നമ്മൾ തിരയല്ലോ. അങ്ങനെയുള്ള മാറ്റങ്ങൾ. പക്ഷേ ആ മാറ്റങ്ങൾ എന്നൊക്കെ നമ്മൾ സംഗീത മേഖലയിൽ സെമി ക്ലാസിക്കിൽ നിന്ന് വലിയ മാറ്റം സംഭവിച്ചില്ലേ പാട്ടുകൾക്ക്? കുറച്ചും കൂടെ ഒരു റാപ്പ് മ്യൂസിക് വരുന്നു, അല്ലെങ്കിൽ സെമി ക്ലാസിക് വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ കണ്ണീർ പൂവൊന്നും സെമി ക്ലാസിക്കലൊന്നുമില്ല. പക്ഷേ ഹൃദയവികാരങ്ങൾ പ്രകടിപ്പിക്കാവുന്ന ഈണങ്ങളായിരിക്കണം, അതിന് അങ്ങനെയുള്ള രീതിയിലുള്ള വാക്കുകളായിരിക്കണം, സിറ്റുവേഷനായിരിക്കണം. അങ്ങനെ സിറ്റുവേഷന് യോജിച്ച വളരെ ആപ്റ്റായ പാട്ടുകളിലൊന്നാണ് കണ്ണീർ പൂവിൻ്റെ, അതേപോലെ തന്നെ മധുരം ജീവാമൃത ബിന്ദു അല്ലേ? എല്ലാ പാട്ടുകളും ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആ പ്രമോദനം പോലും, ആ വാക്ക് പോലും ആ പടത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ്. അത് വേറെ രീതിയിൽ പറ്റില്ല. കൊട്ടാരത്തിലെ പൂന്തോട്ടം, അതെ, പൂന്തോട്ടം എന്ന് പറഞ്ഞില്ലേ, ആ ഉദ്യാനത്തിലേക്ക് കടന്നു വരുന്ന ഒരാളാണ്. പിന്നെ അതേപോലെ ഓണത്തിൻ്റെ മൂടുള്ള പാട്ടുകൾ കുറേ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് മറ്റേ വെള്ളാരപ്പൂ മലമേലെ ആ പാട്ട്. എത്രയോ പാട്ടുണ്ട്, കുറേ. ഫസ്റ്റ് ഒരു പക്ഷേ അതായിരിക്കും തോന്നുന്നില്ലേ, ആ ഓണം മൂഡിൽ ചെയ്തൊരു പാട്ട് അതല്ല? അതെ, ഓണം മൂഡ് ചെയ്ത പാട്ട്. അത് നന്നായി ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും. അതെ, പിന്നെ ഞാൻ ഓണത്തിന് വേണ്ടി ചെയ്യാറില്ല. പക്ഷേ ഇപ്പം അവർക്ക് പേടിയാണ് ഓണം എന്ന് പറഞ്ഞാൽ. കാരണം ഓണം കാണിക്കേണ്ടി വരും എന്നുള്ള പേടിയാണ് സിനിമക്കാർക്ക്. അവർക്ക് തോന്നിയ സിറ്റുവേഷനാണല്ലോ. ഭരതത്തിലെ പാട്ടുകൾ, ശരിക്കും ഭരതത്തിലെ പാട്ടുകൾ, ഇപ്പോൾ താങ്കളുടെ പാട്ടുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഞാൻ മനസ്സിലാക്കുന്നത് രാമായണത്തിൻ്റെ റെഫറൻസാണ് വരുന്നത്. ഇപ്പോൾ ഭരതത്തിൽ തന്നെ ഇന്ദ്രധനുസ്സുകൾ മീട്ടി ദേവകളാദിനാമ ഗംഗയാടി രഘുപതി രാമജയം ശ്രീ ഭരതവാദ്യ ബിന്ദു ചൂടി, ആ ഒരു വരികൾ. അതിൽ ഭരതനും രാമനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആത്മബന്ധത്തിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ എടുത്തത്. ഭരതത്തിലെ ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ഇത് എപ്പോഴും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ ആത്മബന്ധങ്ങളുടെ കഥയാണ്. നമ്മളെ കഥ എവിടെ ഉപയോഗിച്ചാൽ കറക്റ്റായിരിക്കും. ഇപ്പോൾ ശ്രീകൃഷ്ണൻ പ്രണയത്തിന് ഗോപികാവാസന്തം തേടി വനമാലി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ പെട്ടെന്ന് പ്രണയത്തിൻ്റെ മനോഹരമായൊരു രംഗം ഉണ്ടാവും. ഒരു പ്രണയഭംഗത്തിൻ്റെ ആണല്ലോ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ സരയൂ തീരത്ത്. അത് താങ്കളുടെ ഒരു അനുഭവത്തിൽ നിന്നുണ്ടായ? ഇല്ല, എല്ലാവർക്കും ഉള്ള അനുഭവമാണ്. എനിക്കും ഉണ്ട് പ്രണയവും പ്രണയഭംഗമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും കണ്ടുമുട്ടാം, നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ, പിന്നെയും ഒരു ജന്മമുണ്ടെങ്കിൽ യമുനാ തീരത്ത്, നമ്മളെല്ലാവരും പറയുന്നത്. കണ്ടുമുട്ടണമെന്ന് ആഗ്രഹമുണ്ടാവും. പക്ഷേ അതൊക്കെ നടക്കുകയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഒരേ സമയം സരയും യമുനയും പറയുന്നുണ്ട് അതിനകത്ത്. ശ്രീരാമൻ്റെ സരയു ശ്രീരാമനും. അതെ, ഒരു ജന്മത്തെ കണ്ട് അപ്പോഴും ശരിയായില്ലെങ്കിൽ അടുത്ത ജന്മം, അടുത്ത യുഗം, ഇതൊക്കെ കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരേ ശരീരം പങ്കുവെക്കാം. അതൊക്കെ സ്വപ്നങ്ങളാണ്.
അർദ്ധനാരീശ്വരൻ. അതെ, അർദ്ധനാരീശ്വരനൊക്കെ അത് ശരിക്ക് സ്വപ്നങ്ങളാണ്. നടപ്പാവുന്നതാണോ എന്നൊന്നും അറിയില്ല, ആർക്കും അറിയില്ല. നമുക്ക് സ്വപ്നം കാണാൻ ഒരു അതിരില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എഴുതാൻ കാരണം. സ്വപ്നങ്ങൾക്ക് ഒരു അതിരുമില്ല. അതെ, പാട്ടുകൾ എപ്പോഴും അനുരാഗവും ദുഃഖവും അതുപോലെ തന്നെ ഇഷ്ടവും സ്നേഹവും എല്ലാം ചേർന്നതാണല്ലോ പാട്ടുകൾ. എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണ് ഇറങ്ങുന്നത്. ചില പാട്ടുകൾ പക്ഷേ ആളുകളെ വലിയ രീതിയിൽ, ഇപ്പോൾ അമരത്തിലെ പാട്ട് വികാര നൗകയുമായി, ആ പാട്ട് അതിനകത്ത് പറയുന്നുണ്ട് കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളി പുടവ വിരിഞ്ഞു. യഥാർത്ഥത്തിൽ അതിൽ തന്നെ ഇളങ്കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പഴമരമായേനെന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രണയത്തോടുള്ളൊരു ഭ്രമമാണ് അയാൾക്ക്. അന്ന് നീ പാടിയില്ലായിരുന്നെങ്കിൽ ഈ ജന്മം മുഴുവൻ വെറുതെയായിപ്പോയേനെ, ഈ മരം പഴമരമായേനെന്ന് പറയുന്നില്ല. എല്ലാം പ്രണയവും പ്രണയപരാജയവും അതുമായിട്ട് ബന്ധപ്പെട്ട ആത്മസംഘർഷങ്ങളാണ് പാട്ടുകളിലെ വിഷയം. അതെങ്ങനെയായിരുന്നു അതിൻ്റെ സിറ്റുവേഷൻ? എങ്ങനെയായിരുന്നു ഈ വികാര നൗകയുമായി? അതിൽ രണ്ട് പ്രണയമാണ്. ഒന്ന് കുട്ടികളുടെ പ്രണയം, ഒന്ന് ഇയാളുടെ പ്രണയം. ഇയാളുടെ പ്രണയവും പൊട്ടിപ്പൊളിഞ്ഞു പോയി. അതേപോലെ തന്നെ ആ കുട്ടികൾ വേർപിരിയുമ്പോൾ അത് ഇയാൾക്ക് തോന്നുന്നതാണ്. രണ്ട് അതിൽ സിറ്റുവേഷൻ ആ സീനിൽ തന്നെ കാണാം. ഈ കണ്ണീരുപ്പ് കലർന്ന മണലിൽ വേളിപ്പുടവ വിരിയുക എന്ന് പറഞ്ഞാൽ എന്താണ് കവി ഉദ്ദേശിച്ചത് ഉണ്ടാവുമല്ലോ? ഇപ്പോൾ വെയിൽ പോലും വേളിപ്പുടവായിട്ട് കാണാം. നിലാവും വെയിലും ഒക്കെ വേളിപ്പുടവ മണലിൽ വിരിഞ്ഞതായിട്ട് കാണാതെ. അതിനെയാണ് എന്തും പറയാം. വലിയ ശ്രദ്ധിക്കപ്പെട്ട നമ്മളെ മനസ്സിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒരു അല വന്ന് അടിക്കുന്ന പോലെയാണ് ആ പാട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. രവീന്ദ്ര മാഷിൻ്റെ ആ ഒരു മാസ്മരിക സംഗീതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനെ. അതും കൂടെ അതിൽ വലിയ ഘടകമായിരുന്നു, വരികളും. രവിയേട്ടനും അതുപോലെ ഭരതേട്ടനും ഞാനും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ആ പാട്ട്. അതെ, ലോഹിദാസുമായിട്ട് വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ കേട്ടിട്ടുണ്ട് ലോഹിദാസ് ഏറ്റവും ആത്മബന്ധമുണ്ട്, വളരെ അടുത്ത്. ലോഹിയുടെ 49 പടം ഉണ്ടെങ്കിൽ 39 ഞാനാണ് എഴുതിയിട്ടുള്ളത്, ഞാനാണ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് പടം പോലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നിവേദ്യല്ലേ? നിവേദ്യം, അതിൽ പോലും ഞാനുണ്ട്. ഞാൻ എഴുതിയ പാട്ടുകളുണ്ട്, ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് മറ്റേ മ്യൂസിക് ഡയറക്ടർ ജയചന്ദ്രനുണ്ട്, സിബി മലയിലുണ്ട് അല്ലേ? അങ്ങനെ ഒരു ചെറിയ റോൾ അതിനകത്തുണ്ടല്ലോ. അപ്പോൾ ലോഹിദാസുമായിട്ടുള്ള ആത്മബന്ധത്തിൽ നിന്നാണ് മറ്റേ അലയും കാറ്റിൻ ഹൃദയം. അതൊരു അല്ലാതെ അങ്ങനെയാണ് എപ്പോഴും. ഈ രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി, യഥാർത്ഥത്തിൽ രാമൻ്റെ ദുഃഖത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല ആ പാട്ട്. അങ്ങനെയാണ്, അതന്നെയാണ് രാമൻ ഇഷ്ടപ്പെടുന്നത്. അതിൽ തന്നെയാണ് ഏട്ടനായിട്ടുള്ള ഒരാൾ ഒറ്റപ്പെടുകയും അവസാനം ഈ വനവാസത്തിന് ഇറങ്ങുകയും ചെയ്യുക അവസാനം. പക്ഷേ ആ വനം പോലും അയാൾ നാടാക്കി മാറ്റുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ക്ലൈമാക്സ്. അതാണിത് എപ്പോഴും അങ്ങനെയാണ്. ജയരാജുമായിട്ടുള്ള ബന്ധം? ജയരാജൊന്നും അങ്ങനെയുള്ള അത്ര വലിയ ഹൈ ലെവലിലുള്ള ആളല്ല, എന്നെ പോലുള്ള ലെവലിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ജയരാജന് എപ്പോഴും തന്നെ വേണം. ഭരതേട്ടന്, സത്യനന്ദിക്കാട്, സി ബി മലയിൽ പോലുള്ള സംവിധായകരൊക്കെ എന്നോട് വളരെ അടുപ്പമുള്ളതാണ്. കളിയാട്ടവും ദേശാടനവും ഒക്കെ ആ തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നല്ലോ. അതിലെ പാട്ടുകൾ വേളിക്ക് വെളുപ്പാങ്കാലമാണെങ്കിലും വണ്ണാത്തിപ്പുഴയുടെ തീരത്താണെങ്കിലും പിന്നെ എന്നോട് എന്തിനി പിണക്കം, അത് ഇപ്പോഴും റീൽസുകളിലെല്ലാം തന്നെ ആളുകൾ ഉപയോഗിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികൾ വരെ ഉപയോഗിച്ച് വരുന്നുണ്ട്, കാണാറുണ്ടല്ലോ അല്ലേ? പുതിയ തലമുറയിലെ കുട്ടികൾ അവരെന്ത് എഴുതുന്നു, അവർക്ക് പുതിയത് തട്ടി. ഞാനൊക്കെ ഭാസ്കരൻ മാഷുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഞാൻ എഴുതാൻ തുടങ്ങുന്നത്. ONV സാറും പിന്നെ ഇവരൊക്കെ എഴുതുന്ന കാലത്താണ്, തമ്പിച്ചേട്ടനും ഒക്കെ. പക്ഷേ എനിക്ക് എൻ്റെതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കാൻ പറ്റി. ഇവർക്ക് പുതിയ ആൾക്കാർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അവരുണ്ടാക്കിയാൽ നമ്മളവരുടെ കൂടെ നടക്കും. ഭാസ്കരൻ മാഷൊക്കെ എൻ്റെ പാട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. വെണ്ണില ചന്ദ്രനൊക്കെ ഏതൊരു വേദിയിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ താൻ പാടുമല്ലോ, താൻ പോയി പാട് എന്ന് എന്നോട് ഭാസ്കരൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പോയി മുകളിൽ പോയി വെണ്ണില ചന്ദ്രനക്കിണ്ണം എന്ന് വലിയൊരു സദസ്സാണ് ഞാനാ തുടങ്ങുന്നത്. എന്നിട്ട് പിന്നെയാണ് വേറെ ആൾക്കാർ പാടിയത്. താൻ അങ്ങോട്ട് പോകുമോ എന്ന് എന്നോട് പറയും. അതുപോലെ ഞാൻ പറയും, എൻ്റെ കൂടെ ഉള്ള കുട്ടികൾ എന്നെക്കാൾ വലിയ ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എന്നെപ്പോലെ അവർ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. അവരെന്തെങ്കിലും എഴുതി വെച്ചാലും ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നില്ല. അതുപോലെ ഒരു ഭക്തിഗാനം മുമ്പ് ചെയ്തിരുന്നു, ഇരുമുടിക്കെട്ടിലൻ അമ്മ നിറച്ചൊരു, അത് മോനാണ് പാടി, മക്കളെ പാടി, രണ്ടുപേരും പാടിയിട്ടുണ്ട്. ഇരുമുടിക്കെട്ടിലൻ അമ്മ നിറച്ചൊരു നെയ്മുദ്ര ഇന്ന് ഞാൻ കൊണ്ടുപോയി. പക്ഷേ അതിനകത്തൊരു വരിയുണ്ട്, കണ്ണനെ കാണാത്ത ഗോപികയായൻ കുഞ്ഞേച്ചി കരഞ്ഞു നിന്നു എന്നാണ് തോന്നുന്നത് അല്ലേ? അങ്ങനെ എന്നൊരു വരിയുണ്ട്. അപ്പോൾ ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഒക്കെ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്ത് സ്ത്രീക്ക് അവിടെ പോകാൻ പറ്റാത്തൊരു ദുഃഖം കൂടി അതിനകത്തേക്ക് കൊണ്ടുവരാൻ അങ്ങേക്ക് കഴിഞ്ഞു. ഇരുമുടിക്കെട്ടിലെ അമ്മ നിറച്ചൊരു നെയ്മുദ്ര ഇന്ന് ഞാൻ മലയാളികപ്പുറമായ എന്നമ്മ
എന്റെ അമ്മ നിന്നു അങ്ങനെയാണ് എന്തോ. ഞാൻ എപ്പോഴും സ്ത്രീപക്ഷക്കാരനാണ്, അല്ലെങ്കിൽ നന്മയുടെ പക്ഷക്കാരൻ. ഈ മിന്നൽവള യഥാർത്ഥത്തിൽ കാളിദാസ കാവ്യത്തെ ഒരു റെഫറൻസ് ആയിരുന്നില്ലേ? അതെ, അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ അങ്ങനെ ഒരെണ്ണം കിട്ടി എനിക്ക്. അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം കൊണ്ട് നമ്മൾ പല ദിക്കിലും എത്തും. ഒരു സിറ്റുവേഷന് വേണ്ടി ഒരു പദം കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മിന്നൽ പോലെ നമ്മൾ ഓടും എല്ലാത്തിലും. അപ്പോൾ കിട്ടുന്ന ഒരു സാധനം നമ്മൾ ഉപയോഗിക്കും. അങ്ങനെയാണ് അതിൻ്റെ. എത്ര മിനിറ്റ് കൊണ്ടൊക്കെ ഓരോ പാട്ട് എഴുതും? ഇപ്പോൾ രാമകഥയൊക്കെ എനിക്ക് തോന്നുന്നു കുറേ ദേവസഭാ തലമൊക്കെ ഒരുപാട് ആലോചിച്ച് ആ സംഗീതത്തിൻ്റെ ഓരോ വഴികളും അല്ലേ അങ്ങനെ. ഭരതമൊക്കെ ഞാൻ എഴുതുന്നത് ഇവിടുന്നാണ്, നിമിഷം കൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ വരും. അതൊന്നും അത്രയും സമയം എടുത്തിട്ടൊന്നുമല്ല. ദേവസഭ തന്നെ കുറച്ച് സമയം എടുത്തിരുന്നു, അത് തിയറിയാണല്ലോ. ഇത് വികാരമാണല്ലോ. വികാരത്തിനൊന്നും സമയം ആവശ്യമില്ല. തിയറി നമ്മൾ നോക്കേണ്ടത്, കാരണം അത് പലരും പറയുന്നതായിരിക്കും. ഇന്ത്യയിൽ തന്നെ ഒരു അപൂർവ സംഗീതമാണത്. അത് സംഗീതക്കാരൻ്റെ കൂടെ ഞാൻ നിൽക്കണം. അങ്ങനെയാണ്. തിരുമേനി കടന്നു വന്ന ഒരു കാലമുണ്ട്, 80കളുടെ അവസാനം, ആദ്യ പകുതിക്ക് ശേഷം. അന്ന് പി ഭാസ്കരൻ മാഷ് സജീവമായി നിൽക്കുന്ന കാലമാണ്. പിന്നെ അതുപോലെയുള്ള ശ്രീകുമാരൻ തമ്പി ഉണ്ട്, ONV ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ബിച്ചു തിരുമല ബിച്ചിട്ടുണ്ട്, അവിടെ ഇയാൾ പിന്നെ യൂസഫലിയുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാലത്ത് സ്വന്തമായ ഒരു റൂട്ടിലൂടെ, സ്വന്തമായ ഒരു വഴിയിലൂടെ, കാരണം അന്ന് ഒരുപാട് പാട്ടെഴുത്തുകാരുണ്ട്, പാട്ടിന് വലിയ സാധ്യതയുമുള്ള ഒരു കാലം കൂടിയായിരുന്നു ആ സിനിമ. അപ്പോൾ ആ കാലത്തുള്ള ഒരു വരവ് അത് എങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ? സ്വന്തമായി ഒരു വഴി വെട്ടാൻ പറ്റുന്നവർക്ക് അവർക്കൊരു സ്ഥാനം കിട്ടുള്ളൂ, ഒരു സ്ഥലത്തെത്താൻ പറ്റുള്ളൂ. വേറൊരാൾ വെട്ടിയ വഴിയിലൂടെ പോയിക്കൊണ്ടിരുന്നാൽ എത്രയും പോവാം, അവർക്ക് അവരുടേതായ ഒരു സീറ്റ് കിട്ടില്ല. അങ്ങനെ പോകാറില്ല. പിന്നെയും ഞാൻ പണിക്കസാറിൻ്റെ കൂടെയാണ് പോകേണ്ടത്. പണിക്കസാറിൻ്റെ കൂടെ ഒന്നും അങ്ങനെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഫോക്കിൻ്റെ ഒരു വഴിയാണ്, ഫോക്കിലോറാണ് പണിക്കസാറിൻ്റെ. അതൊന്ന് കുറച്ചേ പറ്റും, ഒരു പൂവോട്ടൊക്കെ പറ്റുള്ളൂ, പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ധാരാളം സിനിമകളിൽ മുഖം കാണിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കൈതപ്രത്തിന് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനിയിപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നു, ആ സിനിമ റിലീസായിരിക്കുന്നു, അതിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഞാൻ ഒരു സിനിമ കുറച്ച് കൊല്ലം മുമ്പാണ് ചെയ്തത്. പക്ഷേ അന്നൊന്നും എൻ്റെ കൂടെ നിൽക്കാൻ ആൾക്കാരില്ല, അതുകൊണ്ട് അത് അവിടെ കടന്നുപോയി. പിന്നെ ഒന്നും ഒരു നായകൻ അഭിനയിക്കാൻ ആരും വന്നില്ല. എത്രയോ ആൾക്കാരുടെ പിന്നാലെ നടന്നു, അവർക്കൊന്നും എന്നെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സിറ്റുവേഷന് ആവശ്യമുള്ള ഒരാളെ കൊണ്ടുവന്നു. അതൊരു പാകിസ്ഥാനി ക്രിക്കറ്റർ കേരളത്തിൽ വരുന്നതാണ് കഥ. അതിരുകളില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ ആത്മബന്ധത്തിൻ്റെ കഥ. അപ്പോൾ അത് വരുമ്പോൾ ഞാൻ ഒറിജിനൽ ഇവരൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് പിന്നാലെ നടന്ന് ഞാൻ കഥ പോലും കേൾക്കാൻ നിന്നിട്ടില്ല ഇവരൊന്നും. അതുകൊണ്ട് ഞാൻ ഒരു പാകിസ്ഥാനിയെ തന്നെ കൊണ്ടുവന്ന് ചെയ്തു. ആ പടം പൂർത്തിയാക്കി. എന്നിട്ടും ആരും എന്നെ സഹായിക്കാനില്ല. എനിക്ക് തോന്നി ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷന് പറ്റിയ സമയം തോന്നി. ഞാനിപ്പോൾ അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഈ മറ്റേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഇത് വിതരണം ചെയ്യാൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അതൊരു വലിയൊരു സപ്പോർട്ടായിരുന്നു. അങ്ങനെ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അപ്പോൾ അതെനിക്ക് കിട്ടി. പിന്നെ ചെറിയ ചെറിയ സഹായങ്ങൾ ഞാൻ ശ്രമിക്കുന്നു. ഏതായാലും ഇപ്പോൾ അത് ജെമിനി സ്റ്റുഡിയോയിലായിരുന്നു, ലാബിലായിരുന്നു. അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവന്നു. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു മാസം കൊണ്ട് ആ സാധനം നമുക്ക് വിതരണം ചെയ്യാൻ റെഡിയാവും. ചിലപ്പോൾ 1-2 മാസം കൊണ്ട് അത് ഇറങ്ങും. എന്തായാലും എത്രയും പെട്ടെന്ന് ആ ചിത്രം പുറത്തു വരട്ടെ. അത് നല്ലൊരു കഥയായിരിക്കും. കാരണം പാകിസ്ഥാനിൽ നിന്നൊരു ക്രിക്കറ്റർ ഇന്ത്യയിലേക്ക് വരുന്നു, അതിരുകളില്ലാത്ത ഒരു ലോകത്തേക്ക്, സ്നേഹത്തിൻ്റെ ലോകത്തേക്ക് വരുന്നു. ഓക്കെ, എന്തായാലും ഇത്രയും നേരം നമ്മളോട് അമൃത ടിവിക്ക് വേണ്ടി സംസാരിച്ചതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യട്ടെ. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്